ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഓമല്ലൂർ വയൽവാണിഭം കാണാൻ പോകുന്ന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് എല്ലാവരുമായിട്ടാണ് പോയത്. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് വണ്ടി ഒന്നും അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണമായിരുന്നു പോകാനായിട്ട്. അപ്പോൾ നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് അവിടെ എത്തി. അപ്പോൾ ഞാൻ ഇതിനാദ്യമായിട്ടാണ് പോകുന്നത്. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കും ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പോയ സമയത്താണ് ഞാനും ഇതാദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമത്തിൽ 10 ദിവസം നടക്കുന്ന ഒരു കർഷകരുടെ ഒരു ഉത്സവം പോലെയാണ് ഇത് നടത്തുന്നത്, ഫെസ്റ്റ്. അപ്പോൾ ഇതിൽ അവിടെയുള്ള കർഷകർ കൃഷി ചെയ്ത സാധനങ്ങളാണ് കൂടുതലും വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതല്ലാതെ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. മറ്റേ കത്തി, പാത്രങ്ങൾ, പിന്നെ നമ്മൾ കയറി ചെന്ന സമയത്ത് ഇതുപോലെ കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ വിളവെടുപ്പ് സാധനങ്ങളാണ്. ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയതും മെയിനായിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊരിതിലാണ് പോയത്. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും വളരെ വിലക്കുറവാണ്. ഈ ചെടികൾക്കൊക്കെ 40 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെന്താ മാവ്, അത് മാങ്ങയൊക്കെ പിടിച്ച് നിൽക്കുന്ന മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുളക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മളിതിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് പൊരി, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ബജ്ജി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ചെടിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരുന്നെങ്കിൽ നമ്മൾ പോയിട്ട് ഇഷ്ടം പോലെ ചെടികൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ കാണുന്ന ചെടികളൊക്കെ 40 രൂപയാണ് വില വരുന്നത്. നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ റോസിൻ്റെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ റോസിനൊക്കെ വില വരുന്നതെന്ന് വെച്ചാൽ 3 എണ്ണത്തിന് 100 രൂപയെ വരുന്നുള്ളായിരുന്നു. പിന്നെ ആ പച്ചമുളകൊക്കെ കാണിച്ചില്ലേ, അതിന് 50 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് ഓൾറെഡി അതേലെ മുളകൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ഇതെങ്ങനെ കൊണ്ടുപോകും എന്നെനിക്കറിയത്തില്ല. കാരണം കായംകുളം വരെ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെ ഞാൻ പർച്ചേസ് ചെയ്തുള്ളൂ. കുറച്ചൊന്നും പറയാൻ പറ്റത്തില്ല. മുളക്, പിന്നെ ഈ പറഞ്ഞ പോലെ റോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വഴുതന, ഇത്രയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ ഓഫീസിലെത്തി. ചൂടൊക്കെ മാറ്റാനായിട്ട് ഓരോ ചോക്കോബാറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ചെടികളും കാര്യങ്ങളും മാത്രമല്ല അവിടെ ഉള്ളത്. രാത്രിയിൽ അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. കൈകൊട്ടിക്കളി, പിന്നെ തിരുവാതിര, കഥകളി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ പോയാൽ അതൊക്കെ കാണാൻ പറ്റും. നമ്മൾ പക്ഷേ പോയതൊരു ഉച്ച ടൈമിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതൊന്നും കാണാനായിട്ട് നിന്നില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി വാങ്ങിച്ചത് ഇത്രയൊക്കെ സാധനങ്ങളാണ്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.